വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു അടിപൊളി പലഹാരമാട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിവിടെ ഉണ്ടാക്കിയതേ കണ്ടിട്ടുള്ളൂ, പാത്രം കാലിയായ വഴി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ് തൊലി കളഞ്ഞ് ഇതുപോലെ പീസസ് ആക്കി കുക്കറിലിട്ട് വേവിച്ചെടുത്താട്ടോ. അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 മുട്ട ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ഏലക്ക എല്ലാം ചേർത്തിട്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കേട്ടോ. റോസ്റ്റ് ആയ ശേഷം അതിൽ നിന്ന് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ട് എന്നിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ക്ഷമയില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുത്തുകൊണ്ട് ഒരു ഭാഗം ചെറുതായിട്ട് ഡാമേജ് പറ്റിയിട്ട്, എന്നാലും കുഴപ്പമില്ല, കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമ്മുടെ ഐറ്റം മനസ്സിലായില്ലേ? ക്യാരറ്റ് പോളയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്